ഹായ് നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 എപ്പിസോഡ് കഴിഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് ക്യാപ്റ്റനെ തീരുമാനിച്ചു, അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് നോമിനേഷൻ ഈ ആഴ്ചയിൽ എവിക്റ്റ് ആവേണ്ടവരുടെ നോമിനേഷനും ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ശൈത്യയാണ്. പേഴ്സണലി എനിക്കും തോന്നിയ ഒരു കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ അത്രയും നോമിനേഷൻ 8 നോമിനേഷൻ എന്താണ് പുള്ളിക്കാരിക്ക് കിട്ടിയത്. അപ്പോൾ അത്രയും കിട്ടാൻ യോഗ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. കാരണം അവിടെ അത്രയും യൂസ്ലെസ് ആയിട്ടാണ് ആ ശൈത്യയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ആകെ മൊത്തം നോമിനേഷനിൽ ഈ ആഴ്ച വന്നിരിക്കുന്നത് 8 പേരാണ് മൊത്തം വന്നിരിക്കുന്നത്. ജിസേൽ വന്നിട്ടുണ്ട്, ശൈത്യ വന്നിട്ടുണ്ട്, മുൻഷി രഞ്ജിത്ത് വന്നിട്ടുണ്ട്, നെവിൻ, രേണു സുധി, ആര്യൻ, അനുമോൾ, ശാരിക. അപ്പോൾ ഇങ്ങനെ ഈ 8 പേരാണ് ഇപ്പം നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ മുൻഷി രഞ്ജിത്തും അദ്ദേഹവും ഈ നോമിനേഷനിൽ വരാൻ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഡിസേർവ് ചെയ്യുന്നുണ്ട് നോമിനേഷൻ. പക്ഷേ ജിസേലിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള ഇതുവരെ കണ്ടതിൽ വെച്ച് കാര്യമായിട്ടുള്ള കോണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലെങ്കിലും പിന്നീട് ഒരു എക്സ്പ്ലോർ ആവാനുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അത്രയും ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നെവിൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓക്കെ ഒരു അനക്കും സൃഷ്ടിക്കാത്ത, ഒരു വലിയ ഓളമൊന്നും സൃഷ്ടിക്കാത്തൊരു കണ്ടസ്റ്റൻ്റ് ആണ്. രേണു സുധിയും ഈ ഒരു നനഞ്ഞ പടക്കമായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാര്യം തലവേദനയുടെ പേരും പറഞ്ഞൊക്കെ ഭയങ്കര ഷൗട്ടിങ് കാര്യങ്ങളും, എന്താ വെച്ചാൽ പുറത്ത് ഈ ഇൻ്റർവ്യൂസിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോഴുള്ള സംസാരം അവിടെ എടുക്കുന്നുണ്ട്. ഒരു ആക്ടിങ് ആണോ എന്ന് ഡൗട്ടുണ്ട്. ഒരു ജെന്യുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒരു സേഫ് സോണിൽ നിൽക്കുമ്പോൾ ഈ ഒരു സമയത്ത് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരെ എതിർത്ത് സംസാരിക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് എതിർത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഒരു ഗെയിമിലോ ഒന്നിലും വലിയ ടാസ്കിലൊന്നും ആക്റ്റീവ് ആയിട്ടില്ല, വലിയ ടാസ്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി ടാസ്ക് വരുമ്പോൾ അറിയാം. എന്തായാലും എവിക്റ്റ് ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് രേണുസുതിയൊന്നും എവിക്റ്റ് ആവാൻ ഒരു ചാൻസ് ഇല്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നതും ഒരു സെൻസേഷനാണ്. അപ്പം രേണുസുതിയൊക്കെ ഉറപ്പായും തുടർന്നുള്ള എപ്പിസോഡുകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പിന്നെ വന്നിട്ടുള്ളത് ആര്യനും അവിടെ ഉണ്ടാവും. ആര്യൻ ഓക്കെയാണ്. ഒരു വളരെ കുറച്ച് വോട്ടുകളിലാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. പക്ഷേ ആര്യൻ ഓക്കെയാണ്. ആര്യൻ ഏകദേശം നമ്മുടെ ഇതിലൊക്കെ പറയും പോലെ നമ്മുടെ ഹോട്ട്സ്റ്റാർ കമൻസിലൊക്കെ വരുന്ന പോലെ ഒരു റിനോഷ് ടൈപ്പാണ് ആര്യൻ. ഒരു ഏകദേശം തുടർന്നുള്ള നമുക്ക് 2 എപ്പിസോഡ് ആയിട്ടുള്ളൂ, അറിയില്ല, ആൾക്കാർ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം ആര്യൻ എങ്ങനെയാണെന്നുള്ളത്. അനുമോളും നിൽക്കും. ഒരു വളരെ കുറച്ച് വോട്ടിൻ്റെ ഇതിൽ നോമിനേഷനിൽ വന്നതാണ്. അപ്പോൾ അനുമോളും മുന്നോട്ടുണ്ടാവും. അതുപോലെ തന്നെ ശാരികയും മുന്നോട്ടുണ്ടാവും. കാരണം ഒരു ബോൾഡായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ്. തുടർന്നുള്ള ഇതിൽ വളരെ കുറച്ച് വോട്ടിലാണ് വന്നിട്ടുള്ളത് നോമിനേഷനിൽ. ഇപ്പോൾ എനിക്ക് ഔട്ടാവും എന്ന് ഞാൻ ഫീൽ ചെയ്യുന്നത് ഈ എവിക്ഷൻ ഉണ്ടെങ്കിൽ, ചിലപ്പം ഫസ്റ്റ് വീക്കിൽ ലാലേട്ടൻ വന്നിട്ട് പറയുന്നുണ്ടാവും ഈ വീക്ക് എവിക്ഷൻ ഇല്ല, ജസ്റ്റ് ഒരു ട്രയലാണ്, ഇനി നിങ്ങൾ കളിക്കുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വരാൻ പോകുന്നത്, അറിയില്ല നമുക്ക് എന്താണെന്ന്. സപ്പോസ് എവിക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ മനസ്സിൽ ഔട്ടാവാൻ ചാൻസ് ഉള്ള 3 പേര്, ഒന്ന് ശൈത്യ, മുൻഷി രഞ്ജിത്ത്, നെവിൻ, ഈ 3 പേർക്കാണ് ചീട്ട് കീറാനുള്ള ചാൻസ് കാണുന്നത്. അതിൽ തന്നെ നെവിൻ ചിലപ്പോൾ നിൽക്കും. പുള്ളി ഒരു സ്റ്റൈലിസ്റ്റ്, ആ ഒരു രീതി, ആ ഒരു പാറ്റേണിലൊരു കണ്ടസ്റ്റൻ്റ് അതിനകത്ത് ഇല്ല. ഈ എൻ്റർലി എല്ലാവരും ഡിഫറെൻ്റ് ആണ്, എങ്കിലും പുള്ളി അവിടെ ഉണ്ടാവും തോന്നുന്നു. മുൻഷി രഞ്ജിത്ത്, ശൈത്യ, ഇതിൽ രണ്ടിൽ ആരെങ്കിലും ആയിരിക്കും. മേ ബി ശൈത്യ ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് വന്നത് ശൈത്യയ്ക്കാണ് നോമിനേഷനിൽ. അപ്പോൾ എങ്കിലും എനിക്ക് മുൻഷി രഞ്ജിത്തിൻ്റെ ഒട്ടും പുള്ളിക്കാരന് ഒരു ആക്റ്റീവ് അല്ലാത്ത, ഇടയ്ക്കൊക്കെ വല്ല ജോക്ക് പറയുന്നുണ്ട് അതിനകത്ത്, അത്രയേ ഉള്ളൂ. അല്ലാതെ പുള്ളി ഒരു ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല അതിനകത്ത്. വളരെ എന്തോ ഒരു തലക്കനം പോലെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ഇതായിട്ട് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും പേരെ നോമിനേഷനിൽ വരാത്ത ആൾക്കാരെ കുറിച്ച് നമുക്ക് സംസാരിക്കണ്ടേ. അവിടെയുണ്ട്. ഇപ്പം ഇന്നലെ നമ്മുടെ ഈ അനീഷ് പുള്ളി ഭയങ്കരമായിട്ടൊരു ഒരിടത്ത് ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. പുള്ളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ ഇറിറ്റേറ്റിംഗ് ഇതൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇറിറ്റേഷൻ വരുന്ന ഒരു ഇതാണ്. പക്ഷേ പുള്ളി ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ തോന്നുന്നുണ്ട്. ഒരുപാട് പേര് പുള്ളിക്ക് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്. എങ്കിൽ പോലും പുള്ളി കുറച്ച് കണ്ടൻറ് ഉണ്ട് അവിടെ, കുറച്ച് കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ഒരു പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട്. ഒരു സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നില്ല. പക്ഷേ പുള്ളി മുൻപത്തെ ബിഗ് ബോസ് കണ്ടിട്ട് എന്തോ ഒരു ആക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് പഠിച്ച് വന്ന് ചെയ്യുമ്പോൾ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കാം, നമുക്ക് മുന്നോട്ടുള്ള ഇത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും പുള്ളി ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ നോമിനേഷനിൽ വന്നിട്ടില്ല. ഇല്ലെങ്കിൽ ഫസ്റ്റ് ശൈത്യയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടത് പുള്ളിയായിരുന്നു. കാരണം അത്രയധികം നെഗറ്റീവ്സ് പുള്ളിക്ക് ഹൗസിനകത്ത് തന്നെ ഉണ്ട്. ബാക്കിയുള്ള ഇപ്പോൾ 20 പേര് ബാക്കി 19 പേരും പുള്ളി ശത്രുക്കളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മളല്ലേ ഇത് കാണുന്നത്, നമ്മൾ എല്ലാവരെയും കാണുന്നുണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ അത് ഭയങ്കര പുള്ളിക്ക് നല്ല നെഗറ്റീവ് ഉണ്ട്. കുറേയൊക്കെ പുള്ളി അതിന് അർഹനുമാണ്. കാരണം പുള്ളി കാണിക്കുന്നുണ്ട് ഭയങ്കര ഷോയും തലക്കനവും ഷോഫോ കാണിക്കുന്നുണ്ട് അതിനകത്ത്. ഇനി അത് തന്നെയാണോ പുള്ളിയുടെ ക്യാരക്ടർ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഓക്കെയാണ്. പിന്നെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ഒനീൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ
കാരണം വലിയ കണ്ടന്റ് ക്രിയേറ്റർ ഒന്നും അല്ല, അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. പുള്ളി എന്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് അറിയത്തില്ല. പുള്ളി ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ട് നോമിനേഷനിൽ ഒഴിവായതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പിന്നെ അക്ബർ ഖാൻ എനിക്ക് നല്ലൊരു ഫീൽ ചെയ്യുന്നു. നല്ലൊരു ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക ഒരു പെർഫോമറാണ് പുള്ളിക്ക് ഇനിയും പലതും ചെയ്യാനുണ്ടാവും. അക്ബർ നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പുള്ളി ആക്റ്റീവാണ്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, എല്ലായിടത്തും ഇടപെടുന്നുണ്ട്. പിന്നെ അത് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലല്ല. പുള്ളി നല്ല കാര്യമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ള ഒരാളാണ്, പെർഫോം ചെയ്യും വരും ദിവസങ്ങളിൽ. കാരണം പുള്ളി നല്ല തഗ്ഗൊക്കെ ചെയ്യുന്ന നല്ലൊരു അടിപൊളി ഒരു ലൈവായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ പുള്ളിയിൽ നിന്ന് നമുക്ക് ഏറെ പ്രതീക്ഷിക്കാനുണ്ട് അവിടെ ഉണ്ടാവുന്നുള്ള. പിന്നെ ഇതുപോലെ ഒരു നനഞ്ഞ പടക്കം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്ത് വന്നപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷിച്ചു, ഭയങ്കര എക്സൈറ്റഡ് ആക്കി. ഒരു സിനിമാ നടൻ, അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചൊരു നടനകത്ത് വന്നപ്പം ഇതിനകത്ത് പുള്ളി ഒരു ചുമ്മാ എന്തോ എന്താ പറയുക, ഇപ്പോൾ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് തോന്നുന്നുണ്ട് അപ്പാനി ചേർത്ത്. പിന്നെ ഏറ്റവും ബോറായിട്ടില്ലാത്ത തോന്നിയ ഒരാൾ എനിക്ക് തോന്നിയത് അഭിലാഷ്. അയ്യോ, ഒന്നും പറയാതിരിക്കാൻ. പുള്ളി വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ദേഷ്യം കൺട്രോൾ, ഞാൻ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്, എനിക്ക് എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, എനിക്കത് ഇവിടുന്ന് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് തന്നെ ഞാൻ ദേഷ്യക്കാരനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പലയിടത്തും പറയുന്നുണ്ട്. അത് കാണിക്കാനായിട്ട് പുള്ളി നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കാണുന്നവർക്ക് പുള്ളി വിചാരിക്കുന്ന ഭയങ്കര മാസ് ഹീറോ റോക്കി ഭായിയുടെയൊക്കെ ഒരു, അതായത് നമ്മുടെ KGF റോക്കി ഭായിയുടെ ഒരു ഇതൊക്കെയാണ് പുള്ളി മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമുക്ക് ചാർലി ചാപ്ലിനായിട്ടാണ് തോന്നുന്നത്. ചാർലി ചാപ്ലിൻ ഒരു ഇതായിട്ട് ല്ല, പക്ഷേ നമുക്കൊരു മിസ്റ്റർ ബീൻ്റെ ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട്, ഭയങ്കര ഒരു ഇതാണ്. പിന്നെ അതിനകത്ത് ഇപ്പോൾ സേഫായിട്ട് നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആദിലാനൂറയൊക്കെ തണുപ്പ മട്ടാണ്, ഒന്നിലും അങ്ങനെ വലിയ രീതിയിലൊന്നും പ്രതികരിക്കുന്നില്ല, കാണുന്നില്ല. അവർ രണ്ടും ഒരു ഒറ്റ മത്സരാർത്ഥി എന്നാണ് രീതിയിലാണ്. അപ്പോൾ അവർക്ക് എന്ത് ഇത് വന്നാലും അവർ രണ്ടുപേരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം വലുതായിട്ടൊന്നും കണ്ടില്ല, ഞാൻ കണ്ടവരൊക്കെ കണ്ടില്ല, എപ്പിസോഡ്സും കണ്ടു, ലൈവ് കുറച്ച് കാണാൻ പറ്റി. അപ്പോൾ അതിലും വലിയ ഒരു പെർഫോമൻസ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെയുള്ള ഡോക്ടർ ബിന്നി ആ കുട്ടി ഓക്കെയാണ്, ആ പുള്ളിക്കാരി ഓക്കെയാണ്, ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, വളരെ പോയിന്റുകൾ സംസാരിക്കുന്നുണ്ട്, മറ്റുള്ളവരെ നല്ല രീതിയിൽ വിലയിരുത്തുന്നില്ല. ആ കുട്ടി ഡോക്ടർ ഓക്കെയാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇപ്പം പലർക്കും പല അഭിപ്രായമാണ് കാണുന്നവർക്ക്. അപ്പം ഡോക്ടർ ബിന്നി ഓക്കെയാണ്. അതുപോലെ റെന ഫാത്തിമയും ആ കുട്ടിക്ക് ഒരു പരിഗണന അവിടെ കിട്ടുന്നുണ്ടെന്നോ ഒരു ഡൗട്ടാണ്. കാരണം ഏജ് ഏറ്റവും കുറവ് റെന ഫാത്തിമയ്ക്കാണ്. അപ്പോൾ ആ രീതിയിലൊരു വിലയെ അവർ കൊടുക്കുന്നുള്ളൂ, പ്രായം വെച്ചിട്ടുള്ള ഒരു വിലയാണ്. സത്യത്തിൽ ബിഗ് ബോസിനകത്ത് അങ്ങനെ ഈ 19-20 പേര് അല്ലെങ്കിൽ 19 കണ്ടസ്റ്റൻറ്റ് 20 പേരാണെങ്കിൽ 20 പേരും അവിടെ പ്രായം വലുതാണോ ചെറുതാണോ അല്ലെങ്കിൽ ഇന്ന പ്രൊഫഷനാണോ ഒന്നുമില്ല, 20 പേരും തുല്യരാണ്. എല്ലാവരും വന്നിരിക്കുന്നത് വിജയിക്കാനാണ്, മത്സരിക്കാനാണ്. അപ്പം എല്ലാവരും ഒരാളെ ഒറ്റപ്പെടുത്തി നിർത്തേണ്ട കാര്യമില്ല. ഒറ്റപ്പെടുത്തുന്നു എന്നല്ല, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അവിടെ ഇറക്കുന്നുണ്ട്. അത് മെയിനായിട്ട് ഇറക്കുന്ന അനീഷ് തന്നെയാണ്. അനീഷ് നല്ല രീതിയിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് ഓക്കെ, പുള്ളി ഒരു കണക്കിൽ പറഞ്ഞാൽ പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്ക് അറ്റൻഷൻ കിട്ടണം, ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി പെർഫോം ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ അത് കൊടുക്കുന്നുണ്ട്. അതാണ് അവർ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. പുള്ളിയുടെ ട്രാപ്പ് എന്താണ്, ആ ട്രാപ്പിൽ അവർ വീഴുന്നുണ്ട്. ആ ഒരു ട്രാപ്പ് കൊണ്ടാണ് പുള്ളി ക്യാപ്റ്റനായത്. അപ്പോൾ അത് അവിടെ ഉള്ളവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ഇനി അതിനുള്ള അവസരം കൊടുക്കാൻ പാടില്ല എന്ന് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത്രയും പേരാണ് അതിനകത്തുള്ളത്. ഞാൻ ആരെങ്കിലും വിട്ടുപോയെന്ന് അറിയത്തില്ല. എന്തായാലും ഓക്കെ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ടാണ്. നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമുക്ക് എപ്പോഴും നമ്മളെ മൈൻഡിൽ നിൽക്കുകയുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ രേണു സുധിയൊക്കെ അട്ടർ വേസ്റ്റാണ് ഇപ്പോൾ നിലവിൽ, ഭയങ്കര വേസ്റ്റാണ്. ഇതിൽ എന്തായാലും വരും എപ്പിസോഡ്സിൽ ഉണ്ടാവും, വരും വീക്കിലും ഉണ്ടാവും, അത് ഉറപ്പായിട്ട് അവരുണ്ടാവും. അപ്പോൾ പിന്നെ അതിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവരുടെയൊക്കെ മാറ്റം എന്നുള്ളത്. എന്തായാലും കുഴപ്പമില്ല. പലരും പറഞ്ഞു വളരെ ബോറാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കഴിഞ്ഞ സീസണായിരുന്നു ഏറ്റവും ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കഴിഞ്ഞ കണ്ടസ്റ്റൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും, അതിന് മുന്നേ ഉണ്ടായിരുന്ന സീസൺ അടിപൊളി. അഖിൽ മാരാർ ഒക്കെ ഉണ്ടായിരുന്ന ആ സീസൺ അടിപൊളിയായിരുന്നു, ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു. അതിന് മുന്നോട്ടുള്ളതും അതിന് പിന്നോട്ടുള്ളതും പലതും സൂപ്പറായിരുന്നു. റോബിനൊക്കെ ഉണ്ടായിരുന്ന സമയത്തും അതുപോലെ ഫസ്റ്റ് സാബുമോനൊക്കെ അതൊക്കെയാണ്. അപ്പം വളരെ ബോറിംഗ് ആയിട്ട് തോന്നിയത് കഴിഞ്ഞ സീസൺ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു സീസണായിരുന്നു. അത് വെച്ച് നോക്കാം, അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം മച്ച് ബെറ്റർ, കുറച്ചുകൂടെ നല്ല കണ്ടസ്റ്റൻസ് ആണ് അവർ. ഇനി ഈ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു ചിത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് അവർ സൂപ്പറായിട്ട് പെർഫോം ചെയ്യും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനി നമുക്ക് ഈ ഹോട്ട്സ്റ്റാർ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ വന്ന കുറച്ച് കമൻറ്റുകൾ നോക്കാം. അപ്പോൾ നമുക്ക് ഈ കമൻറ്റ് നോക്കുമ്പോൾ ആൾക്കാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്. പലരും വെയിറ്റിംഗ് ഫോർ ഗെയിംസ് എന്ന് പറയുന്നുണ്ട്. എവരിബഡി വാണ്ട്സ് രേണു ടു ഗെറ്റ് എവിക്റ്റഡ്, ദാറ്റ്സ് ആൾ.
രേണു നമ്മുടെ റന ഫാത്തിമയ്ക്കാണ് ഈ രേണുവിനെ അനീഷ് റെനു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പം വായിച്ചപ്പോൾ എനിക്കും കൺഫ്യൂഷൻ ആയിപ്പോയി. അനീഷിൻ്റെ അടുത്ത് പലപ്പോഴും തിരുത്തിയിട്ടുണ്ട്. രേണു സുധിയാണ്, റെനു എന്നാണ് പുള്ളിക്കാരൻ വിളിക്കുന്നത്. പുള്ളിക്കാരൻ അതാണ് ഭയങ്കര സ്റ്റബേണാണ്. മണ്ടത്തരമാണ് പറയുന്നതെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഓക്കെ, പറയുന്നത് മണ്ടത്തരമാണ് പറയുന്നതല്ല, പക്ഷെ പറയുന്നത് എന്താണോ അത് എന്തോ ആയിക്കോട്ടെ, അത് നല്ല കാര്യമാണോ അത് തെറ്റാണോ ശരിയാണോ എന്നല്ല, എന്താണ് പറയുന്നതെങ്കിലും അതിൽ തന്നെയാണ് പുള്ളി ഉറച്ചു നിൽക്കുന്നത്. അത് ഒരു ഭാഗത്ത് നോക്കിയാൽ അത് നെഗറ്റീവ് നല്ല രീതിയിൽ പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പുള്ളി പറയുന്ന കാര്യങ്ങളിൽ തന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അത് തന്നെ പറഞ്ഞിരിക്കുകയാണ്. റിപ്പീറ്റഡ് ആയിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല, ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്കും അതിനകത്തുള്ള അവർക്കാണ് കൂടുതൽ ഇറിറ്റേഷൻ. കാരണം അവരെ മുമ്പിലല്ലേ ഇത് കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചാനൽ മാറ്റിയാൽ പോരെ, അല്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ പോരെ. പക്ഷേ അവർക്ക് പറ്റണില്ലല്ലോ, അവർക്ക് ഇറങ്ങി പോകാനില്ല, ഇതിനകത്ത് തന്നെയാണ്. അപ്പം പുള്ളി ഇങ്ങനെ തെറ്റായി പറയുന്നുണ്ട്. രേണുവിനെ ഇപ്പോഴും വീണ്ടും റേണു ആ സ്റ്റബേണായിട്ട് അതിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പോൾ അതിലാണ് എവരിബഡി വാണ്ട്സ് റേണു ഗെറ്റ് എവിക്റ്റഡ് ദാറ്റ്സ് എന്ന് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. രേണുവിനെ ഞാനിപ്പോൾ പറഞ്ഞ് അങ്ങനെ പോയി. രേണുവിനെ എവിക്റ്റ് ആവണം, അതാണ് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ആവശ്യം എന്നുള്ളതാണ് ആയിരിക്കാം. അടുത്തത് വെരി പുവർ പെർഫോമൻസ് ബൈ കണ്ടസ്റ്റൻസ്. ഓക്കെ, ഏറെക്കുറെ ശരിയാണ്. പക്ഷേ പെർഫോം ചെയ്യാനുള്ളതൊന്നും അവിടെ വന്നിട്ടില്ല, അതാണ് സത്യം. ആദ്യം ബിഗ് ബോസ് നല്ല ടാസ്കും ഗെയിമുകളൊക്കെ കൊടുക്കട്ടെ, അപ്പോൾ അറിയാം. അനീഷ് ഓവർ ആക്ടിങ് ആണ്, ചില സമയങ്ങളിൽ അങ്ങനെയുണ്ട്, ഓവർ ആക്ടിങ് ആണ്, ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത നമ്മളെ ഫോക്കസ് ക്യാപ്ഷനിലേക്ക് പോയില്ലേ, ഗെയിം പ്ലാൻ ആവുന്ന അത് മനസ്സിലായില്ല എനിക്കെന്താണ്. അനിമോൾ റിയലായി നിൽക്കുന്നു. അനിമോൾ റിയലായിട്ട് നിൽക്കുന്നു എന്നറിയില്ല, കാരണം ഇന്ന് കുറേ കരച്ചിൽ സ്ട്രാറ്റജി ഇറക്കിയിട്ടുണ്ട്. എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ എന്തോ ഡോക്ടറുമായിട്ടുള്ള വിഷയം ഇതൊരു മെഡിക്കൽ പരമായിട്ടുള്ള സംസാരത്തിൻ്റെ കൂട്ടത്തിൽ അനിമോൾ എന്തോ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് ഷാനവാസ്. ഞാൻ നേരത്തെ വിട്ടുവൊരു പേരാണ് ഷാനവാസ്. പുള്ളിക്ക് ഒരു വോട്ടാണ് കിട്ടിയത് ഈ നോമിനേഷനിൽ. ഒരു വോട്ട് കിട്ടിയത് കൊണ്ട് പുള്ളി സേഫായി, നോമിനേഷനിൽ വന്നിട്ടില്ല. പക്ഷേ പുള്ളിക്ക് ഒരു 2-3 വോട്ട് കിട്ടേണ്ടതായിരുന്നു. ഓവറാണ്, ഭയങ്കര വന്നപ്പോൾ വളരെ പ്രതീക്ഷയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും എന്നുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പുള്ളിയൊരു സിനി ആക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു സീരിയലൊക്കെ നിൽക്കുന്ന ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു കാര്യമില്ല, വന്നിട്ട് എന്തൊക്കെ സംസാരിക്കുന്നു, ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നോമിനേഷൻ ടൈമിൽ ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ഒരു കണ്ടസ്റ്റൻറ്റ് ജിസേലിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം പറഞ്ഞത് ഡ്രസ്സിങ്ങിൻ്റെ പേരിലാണ്. ഇത് പുള്ളി തന്നെ പറയുന്നുണ്ട്, ഡ്രസ്സിങ്ങൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഇത് കേരളമാണ്, ഹിന്ദി ഷോ അല്ല, ഇവിടെ എങ്ങനെ ഡ്രസ്സ് ചെയ്യണ ഒരു മാന്യതയുണ്ട്. പക്ഷേ അതിന് അങ്ങനെ ഒരു ആവശ്യമില്ല. കാരണം ഇത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ബിഗ് ബോസ് കൊടുക്കാത്തിടത്തോളം കാലം അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇതൊരു ഷോയാണ്. ഈ ഷോയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ ഷോ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നതാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്ന്. അപ്പോൾ പല ഇതിലും ഗെയിമൊക്കെ വരുമ്പോൾ നിങ്ങളിതേ ചെയ്യാവുള്ളൂ അവർ പറയുന്നുണ്ട്, അതനുസരിച്ച് അവർ ചെയ്യണം. ആ റൂൾ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അവർക്ക് പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റൂൾ നിങ്ങൾ ഇന്ന ഡ്രസ്സേ ധരിക്കാവുള്ളൂ എന്നുള്ള ഇത് ബിഗ് ബോസ് കൊണ്ടുവരാത്തിടത്തോളം കാലം ഈ ഒരു കാരണം പറഞ്ഞ ഒരാളെ നോമിനേറ്റ് ചെയ്തത് വളരെ മോശമാണ്. കാരണം പുള്ളി ഒരു സിനി ആക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരൻ നിൽക്കുന്ന മേഖലയിൽ പുള്ളി ഇതൊക്കെ കണ്ടുവരുന്ന ഒരാളാണ്. പലരും നമ്മൾ സീരിയലിൽ കാണുന്ന ആൾക്കാരുടെ ഒറിജിനൽ ഡ്രസ്സിങ് ആയിരിക്കില്ല സീരിയലിൽ കാണുന്നത്. ഒറിജിനലായിട്ട് ചിലപ്പോൾ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങിലായിരിക്കും പലരും വരുന്നത്. അപ്പം അപ്പോഴൊക്കെ പുള്ളിക്കാരൻ പ്രതികരിക്കാറുണ്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ഇതാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു കാരണം പറഞ്ഞ് ചെയ്തത് മോശമായിപ്പോയി എന്നുള്ളതാണ്. ഡ്രസ്സിങ് അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്. പുള്ളി ആ ചോയ്സ് പറഞ്ഞിട്ട് ആ റീസൺ കൊണ്ട് ഞാൻ ഇന്നയാളെ നോമിനേറ്റ് ചെയ്യുന്നു, ജിസേലിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് അതൊരു മോശം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു റീസൺ പറയേണ്ട കാര്യമില്ലായിരുന്നു. മറ്റെന്തെങ്കിലും കാരണം പറയാമായിരുന്നു, പെർഫോമൻസ് മോശമാണെന്നോ അല്ലെങ്കിൽ പുള്ളിക്കാരി മറ്റെന്തെങ്കിലും ഫേക്ക് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാമായിരുന്നു. പക്ഷേ ഈ ഒരു റീസൺ എന്താണെന്നറിയില്ല, അത് വളരെ മോശമാണ്. ഷാനവാസിലോട്ട് വരുമ്പം ഷാനവാസിൻ്റെ പെർഫോമൻസും വളരെ പുവർ പെർഫോമൻസാണ്. നോമിനേഷനിൽ വരേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ തുടർന്നങ്ങോട്ടും നിൽക്കേണ്ട കണ്ടസ്റ്റൻറ്റുമാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാവുന്ന എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ് ഷാനവാസ്. വളരെയേറെ പ്രതീക്ഷയുണ്ട് ഷാനവാസിൽ. പിന്നെ ഈ അനീഷിൻ്റെ കാര്യം എപ്പോഴും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തന്നെയാണ്. അതൊരു സ്ട്രാറ്റജി തന്നെയാണ്. നിങ്ങളിപ്പം ഈ നിമിഷം ലൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനീഷ് മാത്രം ഒറ്റപ്പെട്ട് എടുത്ത് മാറിക്കണം. പുള്ളി ഒരു കോൺവെർസേഷനിൽ കൂടുന്നില്ല. പുള്ളി ഒരു ക്യാപ്റ്റനും കൂടിയാണ്. ഒരു ക്യാപ്റ്റൻ ഒരിക്കലും അവനെ പുള്ളിക്കാരനെ ആക്കിയത് തന്നെ അതൊരു ബിഗ് ബോസിൻ്റെ ഒരു തന്ത്രത്തിലൂടെയാണ് പുള്ളി ക്യാപ്റ്റനായത്. ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻ ആക്കണ്ട എന്ന് എല്ലാവരും സജസ്റ്റ് ചെയ്ത ഒരാൾ പിടിച്ച് ക്യാപ്റ്റനാക്കുകയാണ് ബിഗ് ബോസ് ചെയ്തത്. അത് ബിഗ് ബോസിൻ്റെ തന്ത്രമാണ്. ഓക്കെ, അപ്പം അതിനകത്തൊരു കോണ്ടൻറ്റ് കൊണ്ടുവരാം എന്ന് ബിഗ് ബോസ് പ്രതീക്ഷിച്ച് ഏറെക്കുറെയൊക്കെ വിജയിച്ചിട്ടുണ്ട്. എങ്കിലും വളരെ മോശമാണ്. പിന്നെ സൈലൻ്റാണ് ഈ പറഞ്ഞ പോലെ നെവിൻ
ഈ പറഞ്ഞ പോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ്. പുള്ളിയെ മുൻപ് ഒന്ന് എല്ലാവരും കണ്ട് പരിചയമല്ല, വലുതായിട്ടൊന്നല്ല ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല, പുള്ളിയെ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയാണ് പുള്ളിയുടെ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നതെന്ന് കണ്ടറിയാം. ഗെയിംസൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ആക്റ്റീവ് ആണെന്നുള്ളത്. ഇതിനകത്ത് ഈ ഒരു കണ്ടൻറ്റ് മാത്രമല്ല, ഗെയിംസും കൂടെയൊക്കെ ആക്റ്റീവ് ആകുമ്പോഴാണ് ഒരു ഷോ ഒരു ലൈവ് ആവുന്ന ഒരു ജീവൻ വയ്ക്കുന്ന ഷോയ്ക്ക്. ഓക്കെ, ശാരികയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കണം. ശാരിക കുറച്ച് ബോൾഡായിട്ട് നല്ല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മൈത്രേനായിട്ടുള്ള ഇൻ്റർവ്യൂലൊക്കെ ഭയങ്കരമായിട്ട് നിന്ന് വാങ്ങിച്ച് കൂട്ടി എന്ന കുറേയൊക്കെ, എങ്കിലും ഓക്കെയാണ് പുള്ളിക്കാരി, അടിച്ചടിച്ച് നിൽക്കും. ആ ഒരു ടൈപ്പാണ് ശാരിക എന്ന് പറയുന്നത്. നോക്കാം, ശാരികയുടേതൊക്കെ നമുക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. ശൈത്യയിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇതുവരെയുള്ളത്. ഭയങ്കര തണുപ്പം മട്ടാണ്. ഓക്കെ, നമ്മളേക്ക് ആ മാറ്റർ കഴിഞ്ഞു. നമ്മളിപ്പോൾ കമൻ്റാണ് നമുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമാണ്. ഐ വോട്ടഡ് ഫോർ ജിസേൽ. ഓക്കെ, ജിസേലിന് വേണ്ടി ആരോ വോട്ട് ചെയ്തു, നല്ല കാര്യം, എല്ലാവരും നിൽക്കട്ടെ. അടുത്തത് സേവ് ജിസേൽ. ഏതോ ഹാഷ്ടാഗ് പറയും സേവ് ജിസേൽ എന്നോ, ജിസേലൊന്നും ഔട്ടാവില്ല എന്തായാലും. ആര്യൻ നല്ല പ്ലെയർ, ഒരു കുഴപ്പവുമില്ല. ആര്യൻ നല്ല പ്ലെയർ ആണ്, അല്ലെങ്കിൽ പ്ലെയർ ആവും. ഓക്കെ, പുള്ളി ഒരു ആക്ടറാണ്, അതുപോലെ തന്നെ ഒരു സ്പോർട്സ്മാനാണ്. അപ്പോൾ പുള്ളി ഒബിയസ്ലി നല്ലൊരു പ്ലെയർ ആവണം. പിന്നെ ഇതിനകത്ത് പിടിച്ചിരിക്കാം, അതുമാത്രം കായികക്ഷമതയും ആ ഒരു ഇത് മാത്രം പോരാ, കുറച്ച് നാക്കിട്ട് ഉള്ള പെർഫോമൻസ് ഉണ്ട്. ഒരു നല്ല രീതിയിൽ നാവടിച്ച് നിന്നാലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മറ്റൊരു സത്യമാണ്. പിന്നെ സോ ഗുഡ് ഗെയ്സ്. ഓക്കെ ഫൈൻ. അടുത്ത അനു പറഞ്ഞത് കറക്റ്റാണ്. അനു എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല, അതുകൊണ്ട് എന്താണെന്ന് സംഭവം നമുക്കറിയത്തില്ല. ഗീവ് ഡ്രസ് ഡ്രസ്സ് കൊടുക്കാനാണ് പറയുന്നത്. ഇനി മറ്റാണ് അവർക്ക് ഇനി അവിടുത്തെ ഡ്രസ്സാണ്. കാരണം പലരും ഇന്നലെ ഇട്ട ഡ്രസ്സിൽ തന്നെയാണ് ഇപ്പോൾ ഇന്നും കാണുന്നത്. ഇന്നലെ നൈറ്റ് ഡ്രസ്സ് യൂസ് ചെയ്തതിലാണ് ഇപ്പോഴും കാണുന്നത്. എനിക്ക് ഡ്രസ്സ് ബിഗ് ബോസ് കൊടുക്കാത്തതാണെന്നാണ് തോന്നുന്നത്. മിക്ക ആൾക്കാരും നൈറ്റ് ഡ്രസ്സിൽ തന്നെയാണ്, ഇന്നലത്തെ നൈറ്റ് ഡ്രസ്സ് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അടുത്ത ആളും വീണ്ടും പറയുന്നുണ്ട് ഗീവ് ദം ഡ്രസ്സ് എന്ന്. ഓക്കെ, വെയിറ്റിംഗ് ഫോർ ഗെയിംസ്. അതെ, നമ്മളെല്ലാവരും ഗെയിംസിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ബിഗ് ബോസ് ഗെയിംസ് എവിടെ? ഓക്കെ, അടുത്തത് രേണു വെരി ഗുഡ്, യു ടോക്ക് കറക്റ്റ് പോയിന്റ് വിത്ത് ആദില നൂറ. ഓക്കെ, ആദില നൂറയെക്കുറിച്ച് രേണു സുധി എന്തോ കമൻറ്റ് പറഞ്ഞു എന്നാണ്, ഇത് കറക്റ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ കമൻറ്റ് എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം, എന്താണ് പറഞ്ഞതെന്ന്. അടുത്തത് ഐ ഡോണ്ട് നോ മലയാളം, ടെൽ വാട്ട് ഈസ് ഹാപ്പൻ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, പുള്ളിക്കാരന് മലയാളം അറിയത്തില്ല. മലയാളം അറിഞ്ഞുകൂടെങ്കിൽ മലയാളം അറിയാമെന്നുള്ളവർക്കൊരു ഈ ഷോ കണ്ടിട്ട് ഒന്നും മനസ്സിലാവില്ല പലർക്കും. എന്നിട്ട് നിങ്ങൾ മലയാളം അറിഞ്ഞുകൂടാതെ ഇത് കണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റേ പറയില്ലേ, പൊട്ടൻ്റെ മുമ്പിൽ ശംഖൂതും പറഞ്ഞ് കുടിച്ചും കൊണ്ടും കിട്ടുകയെന്ന് പറയില്ലേ, കരി കുടിക്കണമെന്ന് വിചാരിക്കുക, അതുപോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ മലയാളം അറിയണമെങ്കിൽ ഇങ്ങനെ കാണുക, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ നിൽക്കണമെന്ന് പ്രാന്താവും. അടുത്തത് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ 7ൻ്റെ പണി വെക്കല്ലേ, ബോറാണ്. ഓക്കെ, ഡ്രസ്സ് അവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല, അത് ശരിയാണ്. അത് എന്തൊരു ഞാൻ ഫുള്ള് കാണാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതാണ് 7ൻ്റെ പണി. ഈ ഡ്രസ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല അവർക്ക്, പലർക്ക് പെട്ടികളും കാര്യങ്ങളും കിട്ടിയില്ല. അന്നൊരു മറ്റേ ബാഡ്ജിൻ്റെ ടാസ്ക്കൊക്കെ ഉണ്ടായിരുന്നു, അത് വിജയിക്കുന്നവർക്ക് മാത്രമേ അത് കൈക്കലാക്കുന്നവർക്ക് ഡ്രസ്സ് ബോക്സ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ കൊടുത്തിട്ടില്ല. യെസ്റ്റർഡേ ഫൈറ്റ്, നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറ, ഒരാൾ ചോദിക്കുന്നുണ്ട്, അത് പറയണം കേട്ടോ. കിച്ചു എന്നുള്ള ഒരാളാണ് ചോദിച്ചത്. അപ്പോൾ അത് നിങ്ങളാണ് അതിന് ഉത്തരം കൊടുക്കണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. അടുത്ത വൈ ആദില ആൻഡ് നൂറ ഈസ് നോട്ട് ആക്റ്റീവ് എ ലിറ്റിൽ ബിറ്റ്. അവർ ആക്റ്റീവ് അല്ല, അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് മാത്രമല്ല, അത് വേറെ ആൾക്കും തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നിഗമനമൊക്കെ കുറച്ച് കറക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, അടുത്ത അറ്റ്ലീസ്റ്റ് വോട്ട് ഫോർ പീപ്പിൾ ഹു ആർ ആക്റ്റീവ്. ഞാനും ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെയാണ് വോട്ട് കൊടുത്തത്. ഇറ്റ്സ് മൈ പേഴ്സണൽ ചോയ്സ്, അതുകൊണ്ട് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആര്യൻ ഈസ് എ കൂൾ ഗൈ. ആര്യൻ കൂളാണ്, പക്ഷേ ഇവിടെ അത്ര കൂളായി നിന്നാൽ പറ്റൂല മോനെ. ആര്യൻ കുറച്ചുകൂടെ ഇതാവണം. ഒരാവശ്യമില്ലാതെ കൊടുത്ത് അവിടെ കിടന്ന് ചാടുന്നുണ്ട്, ഭയങ്കര ചാടുന്നത് അഭിലാഷ്. ഒരു കാര്യമില്ല, വെറുതെ ചാടാൻ വേണ്ടിയാണ്. ഞാൻ ദേശക്കാരനാണെന്ന് അറിയിക്കുന്ന അപ്പോട്ടോ എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ചാട്ടമാണ്, വെറുതെയാണ്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ എടുത്ത് വെളി കളയാനും ചാൻസ് ഉണ്ട്. അടുത്ത ഇതിൽ ഏറ്റവും ഫേക്ക് അനുമോളാണ്. ഷീ ഈസ് സ്റ്റിൽ ഫേക്കിംഗ് ദ മോസ്റ്റ്. അങ്ങനെ തോന്നിയിട്ടില്ല. കരച്ചിൽ ഒക്കെ വന്നു, അതൊരു ഫേക്കാണ്, ഫേക്ക് സ്ട്രാറ്റജിയാണ്. പോയി എവിടെയൊക്കെ ചെന്ന് മൂലയിൽ പതുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടും അതൊക്കെ ഇച്ചിരി ഫേക്കാണ്. അപ്പോൾ അനുമോൾ നമ്മൾ മുമ്പത്തെ ആ സ്റ്റാർ മാജിക് ഷോയെ കാണുമ്പോഴറിയാം, വല്ലതൊക്കെ പറയുമ്പോൾ കരയുന്ന ഒരു ഇതാണ്, പെട്ടെന്ന് കരച്ചിൽ വരുന്നൊരു ആളാണ് കൂടിയാണ്. ഓക്കെ, ബിഗ് ബോസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാതെ ഓർഡർ ചെയ്യും. ചില സമയങ്ങളിൽ അങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. ബിഗ് ബോസ് ഇവരുടെ അടുത്ത് വന്ന് സംസാരിക്കാം. ഒന്നത്തെ കാര്യം, ബിഗ് ബോസിൻ്റെ വോയിസ് മാറി, കഴിഞ്ഞ തവണത്തെ ആളല്ല, വോയിസൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഹസ്കി എന്ന് വെച്ചാൽ അത്രയും ഒരു ഇത് വരുന്നില്ല, സ്റ്റബ്ബേണായിട്ടുള്ളൊരു വോയിസ്, അല്ലെങ്കിൽ ഭയങ്കര ബാസുള്ളൊരു വോയിസ് അല്ല ഇപ്പോഴത്തെ ബിഗ് ബോസിൽ വരുന്നത്. ഒരു വളരെ ഓക്കെ, എന്നാലും ഓക്കെയാണ്. ആ ഒരു എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക എന്നൊക്കെയുള്ള ആ ഒരു ഇത് വരുത്തുന്നുണ്ടെന്നുള്ള ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വോയിസ് കുറച്ചുകൂടെ പവർഫുൾ ആക്കാമായിരുന്നു. കഴിഞ്ഞ തവണത്തെ ആൾ തന്നെയായിരുന്നു ബെറ്റർ. എന്തായാലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ റിക്വസ്റ്റ് അതെ ഭയങ്കര ഇതല്ല. ഇവരൊക്കെ ചോദിക്കുന്നതിനൊക്കെ ചില സമയത്ത് മറുപടി വരുന്നുണ്ട്. പഴയ ബിഗ് ബോസ് ആണെങ്കിൽ മിണ്ടത്തില്ല. ഇവർ 1.5 മണിക്കൂർ മിനിറ്റ് ചോദിച്ചാൽ അയാൾ മിണ്ടത്തില്ല. ഇവർ മതിയാക്കി പോവുള്ളൂ. അതുപോലെ തന്നെ ഇന്നലെ അനീഷും അവിടെ ഫുഡ് വന്നു, സ്റ്റോർ റൂമിൽ ഫുഡ് വന്ന് ബെല്ലടിച്ചു. അപ്പോൾ കുറേ ജിലേബിയും കുറേ സ്വീറ്റ്സ് അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ വന്നു. കൊണ്ടുവന്നപ്പോൾ തന്നെ
ഒന്ന് രണ്ടുപേരെടുത്ത് കഴിച്ചു. അപ്പം അനീഷ് പറഞ്ഞ ആരും കഴിക്കരുത്, അനീഷ് ക്യാപ്റ്റനല്ലേ, അപ്പം അനീഷ് പറഞ്ഞു നിങ്ങളാരും കഴിക്കരുത്, എടുത്തവർ കഴിച്ചോളൂ കുഴപ്പമില്ല, ഇനി എടുക്കാത്തവർ എടുക്കണ്ട, ഇതെന്തിനാണ്, ചിലപ്പോൾ വല്ല ഗെയിം പ്ലാനോ അല്ല ടാസ്കിൻ്റെ ഇതായിട്ടായിരിക്കും ബിഗ് ബോസ് തന്നത്. എന്നിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് നേരെ ക്യാമറ ചെയ്തിട്ട് ബിഗ് ബോസിന് ഞാൻ 1 മിനിറ്റ് സമയം തരും, ഓക്കെ 1 മിനിറ്റുള്ളിൽ എന്താണ് കൊണ്ടുവന്ന് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം അതെടുത്ത് കഴിക്കുന്നു പറഞ്ഞു. ഓക്കെ, അതായത് ഇവർ അങ്ങോട്ട് ബിഗ് ബോസിനെ വരട്ടി തുടങ്ങി. അത് ആലോചിക്കണം, ബിഗ് ബോസ് ഒന്ന് ആലോചിക്കണം, നല്ലതാണ്. ഇവർ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര സിമ്പിൾ കണ്ടസ്റ്റൻറ്റും കാര്യങ്ങളൊന്നും അല്ല, ഇവരൊക്കെ എല്ലാം കൽപ്പിച്ച് വന്നേക്കുന്ന കുറച്ച് ആൾക്കാരാണ്. കുറേ ഷോയൊക്കെ കണ്ട് എന്തെങ്കിലും അവിടെ കാണിച്ച് കൂട്ടണമെന്നുള്ള ആൾക്കാരാണ്. കഴിഞ്ഞോണത്തത് വാഴകളുടെ അങ്ങേയറ്റമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സമ്മാനം കിട്ടിയ ആളെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, അതൊരു വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അടുത്ത മേക്കേഴ്സ് പ്ലീസ്, ഈ സീസൺ കൂടെ ഓൾഡ് സ്ട്രാറ്റജി വെച്ച് കളിക്കുന്നവരെ നിർത്തരുത്. കറക്റ്റാണ്, അതേ പഴയ സ്ട്രാറ്റജിയിൽ കളിക്കുന്ന ആൾക്കാരുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ അവരെയൊന്നും നിർത്തേണ്ട ആവശ്യമില്ല. അടുത്ത വൈൽഡ് കാർഡിൽ അടുത്ത ആളെ കയറ്റി വിടണം. അതും ബോറാണെങ്കിൽ അടുത്ത കളിച്ച് അടുത്ത ആളെ കയറ്റി വിടണം. അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ഷോ നല്ല ലൈവായിട്ട് നിൽക്കുള്ളൂ. കുലപുരുഷൻ കുടുംബശ്രീ യൂണിറ്റ്, അത് ആരെക്കുറിച്ചാണെന്ന് അറിയത്തില്ല. കുലപുരുഷൻ കുടുംബശ്രീ യൂണിറ്റ്, ഓക്കെ എനിവേ കൊള്ളാം. എനിക്ക് തോന്നുന്നത് ഷാനവാസിനായിരിക്കും കേട്ടോ, കുലപുരുഷൻ. അടുത്ത റേണു ആക്ടിങ് ലൈക്ക് ഷീസ് ജസ്റ്റ് കെയിം ഫോർ ദ വെക്കേഷൻ. യാ, സീരിയസ്ലി എനിക്ക് തോന്നുന്ന കാര്യമാണ്. ഒരാളിവിടെ കമൻറ്റ് ഇട്ടുണ്ട്, രേണു ആക്ടിങ് ലൈക്ക് ഷീസ് ജസ്റ്റ് ഗെയിം ഫോർ ദ വെക്കേഷൻ. ഒരു മറ്റേ നാട്ടിൽ കിടന്ന് ട്രോളൊക്കെ കിട്ടിയില്ലേ, നല്ല ട്രോള് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വോട്ടെവർ, പുള്ളിക്കാരുടെ പേഴ്സണൽ ചോയ്സാണ് പുള്ളിക്കാർ ചെയ്യുന്നത്. പിന്നെ ട്രോളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ട്രോൾ വരും. സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, നെഗറ്റീവ് പറയുന്നുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു പുള്ളി ആ ഇതിൽ ഒരു ചാൻസ് കിട്ടിയപ്പം ഒന്നാമത്തെ കാര്യം ഫെയിം, ഓൾറെഡി പുള്ളിക്കാർക്ക് ഇച്ചിരി ഫെയിം ആയിട്ടുണ്ട്. എങ്കിലും ഫെയിം മണി രണ്ടും ബിഗ് ബോസിൽ ഭയങ്കരമായിട്ട്, കാരണം ഏറ്റവും വലിയ ഷോ ആണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ലാംഗ്വേജിലും ഉള്ളൊരു ഷോയും കൂടിയാണ്. അപ്പോൾ ആ നെയിം എല്ലാവർക്കും ഫെമിലിയറാണ്, ബിഗ് ബോസ്. അപ്പോൾ അതിലൊരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുമ്പം അത്യാവശ്യം ഫെയിമും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു വെക്കേഷന് വന്ന പോലെ ഇവിടെ വന്ന് കുറച്ച് പേരും പ്രശസ്തി ഉണ്ടാക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്കാരിൽ നിന്ന് കാണുന്നത്. പക്ഷേ കുറച്ചാളെങ്കിൽ നിർത്തിക്കും, എന്തായാലും കുറച്ചാൾ നിർത്തിക്കും. അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട്, പബ്ലിക്കായിട്ടൊരു ഫിഗർ വന്നതുകൊണ്ട് അവരെ നിർത്തിയേക്കും. പക്ഷേ എത്രത്തോളം നിർത്തിയേക്കുന്നു നമുക്ക് കണ്ടറിയണം. തീരെ ഇതാണെങ്കിൽ വോട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എടുത്ത് കളയും, അത് ഉറപ്പാണ്. ഒരു പരിധി കൂടുതൽ ബിഗ് ബോസിനും ഇവരെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് അടുത്ത ബിബി യു ആർ സോ ലേറ്റ്. അതെ, പല ടാസ്കുകളും ഭയങ്കരമായിട്ട് ലേറ്റ് ആക്കുന്നുണ്ട് ഇവർ, അത് ശരിയാണ്. ബിഗ് ബോസ് എന്തായാലും ഇത്രയും വലിയൊരു ഷോ പ്രീ പ്ലാൻഡ് ആയിരിക്കുമല്ലോ ടാസ്കുകളും കാര്യങ്ങളൊക്കെ, പക്ഷേ അതിലോട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഭയങ്കര സ്ലോ ആണെന്ന് ഫീൽ ചെയ്യുന്നത്. ഇവർക്ക് ഡ്രസ്സൊന്നും കൊടുക്കുന്നില്ലേ, എന്ത് റൂളാണിത്? എന്ത് റൂളാണ് ബിഗ് ബോസ് ചോദിക്കുന്ന കേട്ടില്ല ആൾക്കാർ, എന്ത് റൂളാണിത്? ഡ്രസ്സ് കൊടുക്കൂ, അല്ലെങ്കിൽ ഇതുപോലെ ഷാനവാസിനെ പോലെയുള്ള ആൾക്കാർ വന്ന് കമൻ്റ് ഇടും, അല്ല നോമിനേറ്റ് ചെയ്ത് കളയും ഡ്രസ്സില്ലെന്ന് പറഞ്ഞിട്ട്. അടുത്ത ഷാനവാസ് എല്ലാം വളച്ചൊടിക്കുന്നു, റോങ് പ്ലേ. അതെ 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 കറക്റ്റാണ്. ഷാനവാസിന് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ പേരിലാണ് ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ അനു ഇന്ന് രാവിലെ കരയേണ്ടി വന്നത്. അപ്പോൾ അതൊരു വളരെ മോശമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഓക്കെ, എന്തായാലും നോക്കാം. റെന സത്യത്തിൽ 0 ഇമ്പാക്റ്റാണ്. സോ ഒരു സ്ക്രീൻ സ്പേസ് എടുക്കാനുള്ള തത്രപ്പാടിലാണ്, പാവം, കാര്യമാക്കണ്ട. ഇല്ല, റെനയ്ക്ക് അവിടെ ഒരു വോയിസ് കിട്ടുന്നുണ്ട്. സത്യത്തിൽ പുള്ളിക്കാരിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, ഞാനിവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്, അയ്യോ ഞാൻ വല്ലതും മിണ്ടിയ എന്തെങ്കിലും പ്രശ്നം, അങ്ങനെ. അപ്പം പുള്ളിക്കാരി പതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പായി മാറിയിട്ടുണ്ട്. പിന്നെ അതാണ് ഈ ഒരു തത്രപ്പാടെന്ന് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് കയറി വരട്ടെ പിള്ളേർ, അടിച്ചടിച്ച് കയറി വാ. അടുത്തത് ഹൈജീൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, ബിഗ് ബോസ് ഗിവ് ദം ദെയർ ഡ്രസ് ആൻഡ് ബിലോങ്ങിങ്സ്. വളരെ നല്ലൊരു പോയിൻ്റാണ് തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ഡ്രസ്സൊന്നും വെച്ചിട്ടല്ല, ഹോൾഡ് ചെയ്ത് വെച്ചിട്ടല്ല ഇത് ഗെയിം ചെയ്യേണ്ടത്. വേറെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, അടിപൊളി ടാസ്കുകളെല്ലാം കൊടുക്കണം. കഴിഞ്ഞ കണക്ക് ടാസ്ക് ഏറ്റവും ഒരു പുഴുത്തു നിറയ ഷോ എന്ന് മറ്റേ അഖിൽമാരാർ വന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമായിട്ട് ഒരു പുഴുത്തു നിറയ ഷോ ആയിരുന്നു. ഒരുമാതിരി കൂതറ ഗെയിംസും, അയ്യോ വളരെ മോശമായിരുന്നു. അപ്പോൾ അതുപോലെ ആവാതിരിക്കാൻ ശ്രമിക്കുക ബിഗ് ബോസ്. അടുത്ത അക്ബർ ഒരു സോങ് പാടൂ. അതിൻ്റെ സമയം പുള്ളിക്കാരൻ പാടുമായിരിക്കും, എന്തോ അറിയില്ല. അനീഷ് ഇൻറ്റൻഷ്യലി വിക്ടിം കാർഡ് ഇറക്കുന്നുണ്ട് അനീഷ്. സത്യമായിട്ടുള്ളൊരു കമൻറ്റാണ്. അനീഷ് വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും വിക്ടിം കാർഡൊക്കെ ഇറക്കുന്നുണ്ട്. പഴയ പരിപാടിയാണ്. അനീഷ് എന്തായാലും എത്ര നാൾ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ ഇതും വെച്ചുകൊണ്ട്. അടുത്ത രഞ്ജിത്ത് സാൻഡ്. രഞ്ജിത്തിൻ്റെ കയ്യിൽ എന്താ? രഞ്ജിത്തിൻ്റെ കയ്യിലും വായിലും ഒന്നും ഇല്ലടാ. രഞ്ജിത്ത് വായിൽ പഴം തിരികെ വെച്ചാൽ ഒരു ചുമ്പതാ ഇങ്ങനെ ഇരിക്കും എപ്പോഴും. രഞ്ജിത്ത് അട്ടർ വേസ്റ്റാണ് രഞ്ജിത്ത് മിക്കവാറും എടുത്ത് വെളിയിൽ കളയാൻ ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. എവിക്ഷൻ ഉണ്ടെങ്കിൽ രഞ്ജിത്ത് വെളിയിൽ തന്നെ എത്തണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്ത റെനയ്ക്ക് ഗെയിം മനസ്സിലായി, അതുപോലെ ആര്യനും. അതുകൊണ്ട് അവർ പറയുന്നു അനീഷിന് സ്പേസ് കൊടുക്കരുത്, അവോയ്ഡ് ചെയ്യൂ. ഇത് ഇന്നലെയും നടന്നൊരു സംഭവമാണ്.
അനീഷിൻ്റെ ഗെയിം പ്ലാൻ അവർക്കൊക്കെ മനസ്സിലായതുകൊണ്ടാണ് റെന ഫാത്തിമ ആ രീതിയിലൊക്കെ കുറച്ച് ആക്റ്റീവായിട്ട് പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അവരുടെ ഗെയിം പ്ലാനാണ്. അപ്പാനി ശരത്തും പറയുന്നുണ്ട്, നിൻ്റെ പിറകെ നമ്മൾ വരുമല്ലോടാ, നീ നമ്മളെ പിറകെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇവർക്ക് ഗെയിം മനസ്സിലായി. പക്ഷേ പൊട്ടന്മാരാണ്, ഇത് മനസ്സിലായെങ്കിലും പിന്നെയും അവന് സ്പേസ് കൊടുത്തോണ്ടേയിരിക്കും. അത് അവരുടെ ഒക്കെ വിധി, അല്ലാതൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ബുദ്ധി എന്നല്ല, അത് ആ കളിക്കുന്ന ആളുടെ അനീഷിൻ്റെ ബുദ്ധിയാണെന്നാണെങ്കിൽ നമുക്ക് പറയാം. എന്ത് ശോകമാണ്. അത്ര ശോകമൊന്നുമില്ല, എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് കാണാം. അനീഷ് ഈസ് എ സ്ത്രീ വിരോധി, ലാൽ സാർ ഇൻട്രോയിൽ പറഞ്ഞു, ഡോണ്ട് സപ്പോർട്ട് ചെയ്യും. അയ്യോ, അതെന്ത് പരിപാടിയാണ്? അത് ലാൽ സാറല്ലേ പറഞ്ഞു. അനീഷ് ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് അനീഷ് പറഞ്ഞിട്ടില്ല. ലാൽ സാർ പറഞ്ഞു അനീഷ് ഒരു സ്ത്രീ വിരോധിയാണോ എന്ന് ആ ഇൻട്രോയിൽ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പുള്ളി അതിന് വ്യക്തമായിട്ടുള്ള മറുപടി ആണ്. പുള്ളി ഒരു ഡിവോഴ്സ്ഡ് ആണ്, പുള്ളി ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അതിനകത്ത് സ്ത്രീ വിരോധിയാണെന്ന് പുള്ളി പറഞ്ഞു. ഇതിനകത്തും സ്ത്രീ വിരോധമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു പരിപാടി ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണത് അത് മോശമായിട്ടുള്ള പരിപാടിയാണ്. ഡോണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന്. പുള്ളി എങ്ങനെ കളിക്കുന്നു നോക്കുക. പുള്ളി വിക്ടിം കാർഡും മറ്റേ സേഫ് സോണൊക്കെയാണ് കളിക്കുന്നതെങ്കിൽ പുള്ളി എടുത്ത് കളി കളയുക. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ രേണു സുധിക്ക് ഒരു തലവേദനയുടെ പ്രശ്നം വന്ന് മെഡിക്കൽ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞപ്പം ക്യാപ്റ്റൻ അനീഷാണ്. അനീഷിൻ്റെ അടുത്ത് പറഞ്ഞു. അനീഷ് നേരെ ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു. അതേസമയത്ത് ഷാനാസ് പറഞ്ഞു എനിക്കും തലവേദനയാണ്, എനിക്കും സപ്പോർട്ട് വേണം, മെഡിക്കൽ സപ്പോർട്ട് വേണമെന്ന്. അപ്പോൾ അനീഷ് പറയുന്നത് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ക്യാപ്റ്റൻ്റെ അടുത്തൊന്ന് പറയണം എനിക്ക് തലവേദനയാണ്. അല്ല ഞാൻ ഇവിടെ ഇത്ര നേരം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അത് മാത്രം എന്താ പറയാത്തത്? അല്ല നിങ്ങൾക്ക് തലവേദന ഉണ്ടോ എന്ന് അനീഷ് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടി ഷാനാസ് പറയുന്നില്ല, നിങ്ങൾ കേട്ടല്ലേ ഇത്ര നേരം ഞാൻ പറയുന്നില്ലേ. അതായത് ഒരു ഈഗോ അവിടെ ഉണ്ട്. നിൻ്റെ അടുത്ത് ഞാൻ നേരിട്ട് പറയൂല, പക്ഷേ എനിക്ക് തലവേദന ഉണ്ട്, അത് ബിഗ് ബോസിനോട് ചോദിക്കണം, സപ്പോർട്ട് ചോദിക്കണം എന്ന് പറഞ്ഞ് അവസാനം ഷാനവാസ് നേരിട്ട് ബിഗ് ബോസിനോട് പറഞ്ഞ് കൺഫെഷൻ റൂമിലോട്ട് വിളിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഷാനവാസിൻ്റെ തലവേദന ഒരു ഫേക്കായിരുന്നു തോന്നുന്നു. രേണുവിൻ്റെത് അറിയില്ല. രേണു അവിടെ കിടന്ന് ഭയങ്കര സൗണ്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. തലവേദനയുള്ള ഒരാൾക്ക് ഒരിക്കലും അത്ര ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. എനിവേ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തലവേദനയാണ്, മെഡിക്കൽ സപ്പോർട്ട് വേണമെന്ന് ക്യാപ്റ്റൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തപ്പം അനീഷ് ചെന്നൊരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഉത്തരവാദിത്തമുള്ള ആളാണ് പറയേണ്ടത്. പക്ഷേ എങ്കിൽ പോലും അതേ ഒരു സ്ത്രീ വിരോധിയാണെങ്കിൽ അവിടെയും എന്തെങ്കിലും ഇതൊരു ഫേക്ക് ആണെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് എഗൻസ്റ്റ് ആയിട്ട് അവർ സംസാരിച്ചേനെ. പക്ഷേ അനീഷ് ഒരു സ്ത്രീ വിരോധിയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് സ്ത്രീ വിരോധി എന്ന് ഉദ്ദേശിക്കുന്നത് അത് മോഹൻലാൽ ഉദ്ദേശിച്ചത് എന്താണെന്നറിയില്ല. പുള്ളിയുടെ പേഴ്സണലായിട്ട് എന്തെങ്കിലും ആയിരിക്കും. അത് പിന്നീട് ഷോയിൽ പറയാം, അവിടെ പറഞ്ഞാൽ പോരെ ലാലേട്ടാൻ ചോദിച്ചു, അവിടെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. അല്ല നമ്മൾ ഇപ്പോഴേ പുള്ളി ഒരു സ്ത്രീ വിരോധിയാണെന്നൊന്നും പറഞ്ഞ് പുള്ളിയെ സപ്പോർട്ട് ചെയ്യരുതെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ നമുക്ക് പോകെ അറിയാം എന്താണെന്നുള്ളത്. വെരി ബാഡ് സോങ്, എന്താ രാവിലെ ഇട്ട സോങ്ങിനെ കുറിച്ചാണ്. ബാഡാണ്, ഞാൻ കേട്ടില്ല കേട്ടോ. അടുത്ത വാട്ട് എവർ ഷീ സേസ് മേക്ക് സെൻസ്, ജസ്റ്റ് തിങ്ക്. അത് ആരെക്കുറിച്ചാണെന്ന് അറിയില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞില്ല. അനീഷിനെ പോലെ ഒരുത്തനെ ജയിപ്പിക്കല്ലേ പ്ലീസ്. പുള്ളി ഒരു കോമണറായിട്ട് കയറിയ ഒരാളാണ്. ഓക്കെ, പുള്ളിയുടെ പല പരിപാടികളും കണ്ടിരിക്കുന്ന പലർക്കും, ഞാനുൾപ്പെടെ പലർക്കും ഇറിറ്റേഷൻ ഉണ്ടാകുന്നതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും പുള്ളി ജയിപ്പിക്കല്ലേ എന്നൊന്നും പറയാൻ നമുക്കിപ്പം സമയമായിട്ടില്ല. നമുക്ക് ഇനി അറിയാവുള്ളൂ. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇനി പുതിയ കണ്ടസ്റ്റൻസ് വരാനിരിക്കുന്നേ ഉള്ളൂ. വൈൽഡ് കാർഡിലും അങ്ങനെയൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പം വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അടുത്ത ഇവർക്കൊരു കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് അനീഷിനെ ജയിപ്പിക്കില്ലെന്ന് പറഞ്ഞാൽ അനീഷാണ് പക്ഷേ സത്യത്തിൽ ഈ ഷോ ഇപ്പം മുന്നോട്ട് കൊണ്ടുവന്നത്. വെറുപ്പിലൂടെ ആണെങ്കിൽ പോലും, നെഗറ്റീവ്സിലൂടെ ആണെങ്കിൽ പോലും ഷോ മുന്നോട്ട് കൊണ്ടുവന്ന പുള്ളിയാണ്. കാരണം പുള്ളിയുടെ അടുത്ത കണ്ടന്റ് ഉള്ളൂ, പുള്ളിയുടെ അടുത്താണ് ആൾക്കാർ അങ്ങോട്ട് ചെല്ലുന്നത്. പുള്ളി ക്യാപ്റ്റൻ ആയതോടെ പുള്ളി ഭയങ്കര സ്റ്റാറ്റസ്, പുള്ളിയുടെ പിറകെ നിന്ന് ആൾക്കാർ സംസാരിക്കുന്ന രീതിയിൽ പുള്ളി കൊണ്ടെത്തിച്ചു. അപ്പോൾ ഷോ മുന്നോട്ട് പോകണ്ടേ? ജയിപ്പിക്കാത്തൊക്കെ പിന്നീടുള്ള കാര്യം. കഴിവുള്ളവരെ ജയിക്കുള്ളൂ. കോമ്പറ്റീഷൻ കൊടുക്കാനുള്ള ആൾ വേണം. സത്യത്തിൽ നല്ല കണ്ടസ്റ്റൻസ് വേണം, എങ്കിലേ നല്ല രീതിയിൽ മത്സരിക്കാനുള്ള കണ്ടസ്റ്റൻസ് വേണം. എങ്കിലല്ലേ കൊള്ളാവുള്ളൂ. റെന ഡിഡിൻ ഗോ അനീഷ്, അവൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നോ ഐഡിയ എന്താണെന്നുള്ളത്. ഇതാണോ മേക്കേഴ്സ് പറഞ്ഞ ഏഴിൻ്റെ പണി? ഇത് പഴയ സീസൺ പോലെ തന്നെ പോകുന്നു. ഈ കോപ്പി ക്യാറ്റ് ഗെയിം കളിക്കാനാണെങ്കിൽ എന്തിനാ പഴയ കുറേ സീസണിലെ സെയിം ഗെയിം? അതെ, ബിഗ് ബോസ് പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു, കൊണ്ടുവരണം. വൈ ഹീ ഈസ് നോട്ട് സ്റ്റാൻഡപ്പ്? ആരെക്കുറിച്ചാണെന്ന് അറിയില്ല. റെന പോയിൻ്റ് പറയുന്നുണ്ട്, എന്ത് പോയിൻ്റാണെന്ന് അറിയില്ല, കേട്ടിട്ടില്ല. അടുത്ത രേണുവിനെ ഓൾറെഡി പുറത്ത് നെഗറ്റീവാണെന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് എല്ലാവരും ടാർഗറ്റ് ചെയ്യും. ഓക്കെ, അതെ, വരുന്ന ഇപ്പോഴത്തെ സീസൺ. ഇതിന് മുന്നേ കുറച്ച് നാൾ മുമ്പേ രേണുവിൻ്റെ നെഗറ്റീവ്സൊക്കെ ചർച്ചാ വിഷയമാണല്ലോ സോഷ്യൽ മീഡിയയിൽ. അപ്പം അവർ ടാർഗറ്റ് ചെയ്യും. ഓക്കെയാണ്, അത് ബിഗ് ബോസിന് അറിയാം. ഇവരെക്കാളും ബുദ്ധിയുണ്ട് അവർക്ക്. ഷോ നടത്തുന്ന ഹോസ്റ്റേഴ്സിന് ഇതിനേക്കാളും അവർക്ക് അതിനെക്കുറിച്ച് ഇതിനെ നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ അവർ ഗെയിമെല്ലാം പ്ലാൻ ചെയ്യുന്നത്. അവരവരുടെ ഡ്രസ്സ് കൊടുക്കൂ ബിഗ് ബോസ്. ഇറ്റ്സ് നോട്ട് ഫെയർ ബിഗ് ബോസ്. എല്ലാവരുടെയും ഡ്രസ്സ് കൊടുക്കൂ പ്ലീസ്, അത് ശരിയാണ്, കൊടുക്കൂ. ജോർജ് റെന ഈസ് പ്ലേയിങ് ഗെയിം. റെന ജോർജ് എന്നാണ് പുള്ളിക്കാരുടെ പേര്. റെന ഫാത്തിമ എന്നല്ലേ? നോ, റെന ട്രൈഡ് ടു ബ്രേക്ക് അനീഷ് സ്ട്രാറ്റജി ബട്ട് ഹീ സ്ട്രോങ്. അതെ,
പലരും അനീഷിൻ്റെ ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അനീഷിൻ്റെ സ്ട്രാറ്റജി. പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര സ്റ്റബേണാണ് കേട്ടോ, നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്, നല്ല കോൺഫിഡൻറ്റോട് കൂടിയാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ല, പറയുന്ന കാര്യങ്ങൾ മണ്ടത്തരാണെങ്കിൽ പോലും അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതൊരു വല്ലാത്ത കോൺഫിഡൻസ് ആണ്. ഇനി അപ്പം അത് ഈ മണ്ടത്തരത്തിൽ മാത്രമേ നമുക്കതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ മുന്നോട്ട് പോകുമ്പം നല്ല കാര്യങ്ങളിലും ആ ഒരു കോൺഫിഡൻസ് നിൽക്കുമ്പോൾ അത് പുള്ളിക്ക് ഗുണം ചെയ്യും. എന്തായാലും മുന്നോട്ട് പോകും. നെവിൻ വെറും ഡമ്മി, അനീഷ് വിക്ടിം കാർഡ്, ഷാനവാസ്, അപ്പാനി, അക്ബർ, അഭിലാഷ് കണ്ടന്റ് മേക്കിംഗ്. നെവിൻ ഡമ്മി, പെർഫെക്റ്റ് ഡമ്മിയാണ് നെവിൻ ഒരു പെർഫെക്റ്റ് ഡമ്മിയാണ്, സത്യം. അനീഷ് വിക്ടിം കാർഡ്, അതും സത്യം. ഷാനവാസ്, അപ്പാനി, അക്ബർ, അഭിലാഷ് കണ്ടന്റ് മേക്കിംഗ്. എനിക്കിത് അഭിലാഷിനെ കുറിച്ച് വലിയ അഭിപ്രായമില്ല. ഷാനവാസും സംസാരിക്കുന്നു എന്നുള്ളതൊരു കോണ്ടന്റ് ക്രിയേറ്റർ ഒന്നും അല്ല. അപ്പാനിയും ഇതുപോലെ തന്നെ. അക്ബറിനൊരു നല്ല രീതിയിൽ പോയിൻ്റ് ചെയ്താണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അക്ബർ ന്യായമായിട്ടുള്ള കാര്യങ്ങളും സംസാരിക്കുന്നതെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അനാവശ്യ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതല്ല. ഷാനവാസ് പലതും വളച്ചൊടിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ മാത്രമേ എനിക്കിതിൽ ഫെയർ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി അപ്പാനി രവിയൊക്കെ ചുമ്മാ സിനിമയിൽ കാണിക്കും പോലെയുള്ള ഒരു സംഭവം തന്നെയാണ്. അടുത്ത റെന ഇപ്പോൾ പുറകെ പോകുന്നില്ല, ഷീ നോസ്. ഓക്കെ, റെനയ്ക്ക് മനസ്സിലായി അനീഷിൻ്റെ സ്ട്രാറ്റജി, അത് വിട്ടു. ലുക്സ് ലൈക്ക് ദേ ഡോണ്ട് ഈവൻ നോ ഹൗ ടു പ്ലേ ടാസ്ക്. അവർക്ക് ഗെയിം കളിക്കാൻ അറിയില്ല എന്നാണ്. ഓക്കെ, ബിഗ് ബോസ് ഉറങ്ങി വന്ന് പലരും ചോദിക്കണത്, ബിഗ് ബോസ് ഉറങ്ങി അവിടെ അപ്പം തന്നെ മണി അടിക്കണം കേട്ടല്ല, രാവിലെ ബിഗ് ബോസിന് ഉറങ്ങാൻ പാടില്ല. ബിഗ് ബോസ് എന്താണ് ചെയ്യുന്നത്? ഫ്രം ആദില ആൻഡ് നൂറ വൺ ഷുഡ് ഗോ. അങ്ങനെ പോകത്തില്ലല്ലോ മോനെ, എന്താണ് ഈ പറയുന്നത്? ആദില നൂറ എന്ന് പറയുന്നത് അവർ ഒരു ടീമാണ്, അവർ രണ്ട് ശരീരമാണെന്നുള്ളൂ, അവർ ഒറ്റ ടീമായിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അവരിൽ ഒരാൾ മാത്രമായിട്ട് പുറത്ത് പോകില്ല, അവർ പുറത്തു പോകണമെങ്കിൽ രണ്ട് പേരും കൂടെ, ഒരു ടീം പുറത്തായി, ഒരു കണ്ടസ്റ്റൻറ്റ് പുറത്തായെന്ന് കണക്കാക്കുള്ളൂ. ആദില നൂറ പുറത്താകുകയാണെങ്കിൽ ഇത് അവിടെ ലാസ്റ്റ് ഗെയിം വിളിച്ചപ്പോൾ ആദിലെ വിളിക്കുകയാണെങ്കിൽ നൂറയും വേണം, വന്നേ പറ്റുള്ളൂ. ലൈക്ക് സയമസ് ഇരട്ട എന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെയാണ്. അവർ ഒറ്റ കണ്ടസ്റ്റാണ്, അപ്പോൾ ഒരാൾ മാത്രമല്ലേ പുറത്ത് പോകാനായിട്ട് പറ്റില്ല, രണ്ടുപേരും കൂടെ ഒന്നിച്ചേ പോവുള്ളൂ. അടുത്ത ബിഗ് ബോസ് ജീവിതം അറ്റ്ലീസ്റ്റ് വൺ ഡ്രസ്, ഒരു ഉടുപ്പ് കൊടുക്കാൻ ഇത്തിരി കൊടുത്തൂടെ? കുറേ നേരമായി. മുടിയൻ ഗേ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അറിയില്ല കേട്ടോ, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും മുടിയൻ ഗേ ആണോ എന്ന്. ഏറ്റവും എന്തൊക്കെ കമൻറ്റുകളാണ്. ഗേ ആണെങ്കിൽ തന്നെ അത് അവരുടെ പേഴ്സണൽ കാര്യമല്ല. അത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതവർ റിവീൽ ചെയ്യും. അവർക്ക് റിവീൽ ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ റിവീൽ ചെയ്യില്ല. ഓക്കെ, അതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിയും. എന്തായാലും ഇതിനകത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കും ഇങ്ങനെ ഫേക്കായിട്ട് നിൽക്കാൻ പറ്റില്ല, പുറത്ത് വരും. നമ്മൾ ഈ പറഞ്ഞ സുരാജ് പണ്ട് പറയുന്നില്ല, എത്ര നിഷ്കളങ്കത വരച്ചാൽ അകത്ത് ഉള്ളിൽ കിടന്ന ഫ്രോഡ് വെളിയിൽ വരുന്നു, അതൊക്കെ വരും വെളിയിൽ. സമാധാനമായിട്ട് ക്യാപ്റ്റൻ ഓൺ ദ സ്പോട്ടിൽ വായിക്കേണ്ടത് ഇത് നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടാണോ വായിക്കേണ്ടത്? മനസ്സിലായില്ല കേട്ടോ. ടുഡേ ലക്ഷറി ഫുഡ് ആൻഡ് ഡ്രസ് ഫോർ കണ്ടസ്റ്റൻസ്, ഹാപ്പി ഡേ തന്നെ കൊടുത്താ? ഇല്ലല്ല, ഇതുവരെ എല്ലാം പഴയ ഡ്രസ്സുകൾ തന്നെയാണ്. കണ്ടോ, ക്യാപ്റ്റൻ നേരത്തെ വായിച്ച് നോക്കുന്നു. ഇത് എന്ത് ഓക്കെ ആണോ? ഇത് സീസൺ 7 പൊട്ടാണല്ലോ. ആയിരിക്കാം, അതിനെപ്പറ്റി നമുക്കറിയില്ല. പുള്ളിയല്ലേ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അതെന്തോ അവിടെ പറഞ്ഞതിനാണ്. Now I feel they are not giving a chance to Anish to take some leadership and do things. എന്തൊക്കെ പറഞ്ഞാലും ക്യാപ്റ്റൻ ഈസ് ക്യാപ്റ്റൻ, സോ അതിൻ്റെ റെസ്പെക്റ്റ് കൊടുക്കണം. പക്ഷേ അതിൻ്റെ റെസ്പെക്റ്റ് കിട്ടാത്തതിനും കാര്യമുണ്ട്. ഒരു ക്യാപ്റ്റൻ എല്ലാവരുടെയും കാര്യങ്ങൾ എല്ലാവരെയും കേൾക്കാൻ തയ്യാറാകണം. സത്യത്തിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ അനീഷ് അതിന് തയ്യാറാവുന്നില്ല. അപ്പോൾ ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് ആണ്. അതവിടെ കിട്ടുന്നില്ലെങ്കിൽ അത് ക്യാപ്റ്റൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത്. അനീഷ് സ്ട്രാറ്റജി ഒക്കെ വർക്കൗട്ട് ആവുന്നത് എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, ഗുഡാണ്, ഗെയിമൊക്കെ നല്ല രീതിയിൽ ഗെയിം കൊണ്ടുപോകുന്നുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ക്യാപ്റ്റൻ എന്നൊരു പൊസിഷനിൽ നിൽക്കുമ്പോഴത്തേക്കും പുള്ളി അറ്റ്ലീസ്റ്റ് കേൾക്കാൻ തയ്യാറാണ്. ആരെങ്കിലും വരുമ്പോൾ മറ്റേ 6:60 ഇപ്പം പുള്ളിയുടെ മറ്റേ സ്റ്റെപ്പ് കൗണ്ടറൊക്കെ വാച്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഒരു 2.5 കോടി സ്റ്റെപ്പ് കൗണ്ട് ചെയ്തേനെ ഇപ്പം പുള്ളിയുടെ. ആ ഹൗസ് ഫുള്ള് പുള്ളി നടക്കുന്നുണ്ട്, ഇരിക്കുന്നില്ല പുള്ളിക്കാരൻ. നല്ല എക്സസൈസാണ്. ഇത്രയും വാക്ക് എത്ര കിലോമീറ്റർ ആയിരിക്കും പുള്ളി നടക്കുന്നതെന്നറിയാം ഒരു ദിവസം. ആ ഫുള്ള് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം പുള്ളി രാവിലെ നടന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ബിഗ് ബോസിൽ നടക്കുന്ന സ്റ്റെപ്പ് കൗണ്ട് ചെയ്താൽ പുള്ളി ഏകദേശം ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡത്തുള്ള ദൂരം പുള്ളി കവർ ചെയ്യുന്നുണ്ട്. അത്രയും നേരം നടക്കുന്നുണ്ട്. ഒരാളെ ഇരുന്ന് കേൾക്കുന്ന പരിപാടിയൊന്നുമില്ല, വേണമെങ്കിൽ കൂടെ നടന്ന് സംസാരിച്ചു കൊള്ളണം, അത്രേ ഉള്ളൂ. അതാണ് പുള്ളിയുടെ സ്ട്രാറ്റജി. വെറും പട്ടി ഷോ, ആരെക്കുറിച്ചാണെന്ന് അറിയില്ല. അപ്പം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇതുപോലെ നിരവധി കമൻറ്റുകളുണ്ട്, ബാക്കി ഇഷ്ടം പോലെ ഉണ്ട്. കമൻസിൻ്റെ ലാവിഷ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പം നമുക്കത് ബാക്കി പിന്നെ നോക്കാം. നമുക്ക് വരും ദിവസങ്ങളിൽ ഉള്ള ഷോസിനെ കുറിച്ച് സംസാരിക്കാം. ആൾക്കാരുടെ എങ്ങനെയാണ് ആൾക്കാർ ഞാൻ പറഞ്ഞതിൽ നിന്ന് ആൾക്കാർ എങ്ങനെയൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആരെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുക, അത് നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റ് വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.